നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി താക്കോലിന്റെ കാര്യത്തില് നിനക്ക് ഞാനൊരു സഹായം ചെയ്യാം. താക്കോൽ എവിടെ അമ്മായി? ആ താക്കോലും ദേ ഈ കൃഷ്ണന്റെ വിഗ്രഹവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് നിന്റെ മിടുക്ക. ഇവിടെ ഏത് പാതാളത്തിലാ ദൈവമേ താക്കോല് കൊണ്ട് ഒളിപ്പിച്ചേക്കുന്നെ? എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞാൻ അവിടെ ഒരു കദളിക്കൊല സമർപ്പിച്ചേക്കാം. എന്റെ ഒരു കള്ളത്തരത്തിന് ഒന്ന് കൂട്ടു നിൽക്കോ? ഈ താക്കോലൊന്ന് എടുത്തു താ. അയ്യോ എന്റെ പൊന്നു മീനാക്ഷി, എന്നെ കൊല്ലല്ലേ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല. എന്തുവാടി ഇത്? ഞാനാ മാലതി. കുഞ്ഞമ്മായിയോ? അല്ല, വല്യമ്മായി. അവക്ക് മോഷ്ടിക്കാൻ വേണം എന്ന മുടിഞ്ഞ പേടിയുവാ. മോഷ്ടിക്കാനോ? ആര്? ദേ വേഷം കെട്ട് ഇറക്കല്ലേ നീ നീലക്കുറുക്കിന്റെ നന്മ ഇറക്കിയാലും അത് എന്റെ അടുത്ത് ചെലവാവില്ല. കാട്ടുപോത്തിന് ബനിയൻ തയ്പ്പിച്ചവളാ ഈ ഞാൻ. ആ എന്റെ അടുത്ത നിന്റെ തരികിട. കുഞ്ഞമ്മായി ഇത് എന്ത് അർത്ഥമാക്കിയായി പറയുന്നത്? ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടാ ഞാൻ ഇതിനകത്തൊന്ന് കേറിയത്. അല്ലാതെ താക്കോലെടുക്കാനല്ല. താക്കോലോ? എന്തിന്റെ താക്കോല്? മൈഥിലി, ദേ നീ വേല ഇറക്കല്ലേ. കഴിഞ്ഞ മീറ്റിംഗിന് നമ്മൾ ആ വാള് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതാ. അതിൽ നിന്ന് നീ പിന്മാറിയല്ലേ? നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ഈ ചെമ്പകമംഗലത്തെ എല്ലാരോടും പറയും. ഓ, അത് മറ്റേ കാര്യം. പക്ഷെ ഇപ്പൊ ഞാൻ ഈ മുറി കയറി വന്നത് റൂം ക്ലീൻ ചെയ്യാനാ. ഇതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. നേരെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത്. നീ ഈ മുറിയിലേക്ക് വന്നത് വാളടിച്ചെടുക്കാനുള്ള ഉദ്ദേശത്തോട് തന്നെയാ. അതിനറയുടെ താക്കോല് വേണം. വാള് വാടാവിളക്കിരിക്കുന്ന നിലവറയിലല്ല, ഇവിടത്തെ അറയില. ഈ കാര്യം പറയുന്നതിന് നീ എന്തിനാടി എന്നോട് ഉരുണ്ട് കളിക്കുന്നേ? അയ്യോ കുഞ്ഞമ്മായി എന്നെ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ ഉരുണ്ടതൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, നീ വാളടിക്കുന്നതില്. വാളടിക്കുന്നതിനോ? വാളെടുക്കുന്നതിന്. നീ ആ വാളെടുക്കുന്നതില് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് എനിക്ക് അർഹമായിട്ടുള്ള ഷെയർ എനിക്ക് കിട്ടണം. എത്ര ഷെയർ കിട്ടണം? കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞ് നീ സമ്മതിച്ചതല്ലേ. ഇനിയും അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കല്ലേ, മഹാബോറ. എന്നാലും ഞാനത് മറന്നുപോയി, ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. ഇതൊരു നടക്കൊന്നും പോവില്ല. നിന്നെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ആ വാളിന്റെ കാര്യമുണ്ടല്ലോ, നീ ഇങ്ങ് മറന്നേക്ക്. അത് ഗോവിന്ദ. എന്താ കുഞ്ഞമ്മായി ഇത്? വിട്. കുഞ്ഞമ്മായിക്കുള്ള ഷെയർ ഞാനും വൈശാഖും കൂടി തരും. വാള് വിൽക്കുന്ന എമൗണ്ട് 3 ഷെയർ ചെയ്യും. അതിലൊരു ഷെയർ കുഞ്ഞമ്മായിക്ക് തരും. തരണം. ഈ ഡിമാൻഡ് തെറ്റിച്ചാല് എന്റെ ആങ്ങളെ നിന്നും ഞാൻ നോക്കില്ല. അവനെ നിന്നെ അകത്താക്കുന്നത് ഞാനായിരിക്കും. ഇനി എന്നെ ഒഴിവാക്കി മുന്നോട്ട് പോവാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഞാൻ ഇതിവിടെ വളരെ താമസിയാതെ ഇവിടെ അറിയിക്കും. നിന്നെ എല്ലാരും കൂടി അടിച്ച് പുറത്താക്കും. പിന്നെ വാളുമില്ല, പരിചയമില്ല. എന്താ കുഞ്ഞമ്മായി ഇത്? ആരെങ്കിലും അവനവന്റെ ശവക്കുഴി തോണ്ടുവോ? ആ കൈ ഇങ്ങോട്ട് നീട്ടി. എന്റെ കൈയൊന്നും നിനക്ക് തരാൻ പറ്റില്ല. കൈ ഇങ്ങോട്ട് നീട്ട.
നിന്റെ പൊന്നുമകൾ വോട്കയാണ് സത്യം. ഓട്കയോ? ഡി, നിന്റെ കുഞ്ഞിന്റെ പേര് വൈകേന്നാ. വൈകിയെങ്കിൽ വൈക. ആ വൈകിയാണ് സത്യം. 1/3 ഷെയർ അമ്മായിക്ക് തന്നിരിക്കും. സത്യം സത്യം സത്യം. ഇനി താക്കോലിന്റെ കാര്യത്തില് നിനക്ക് ഞാനൊരു സഹായം ചെയ്യാം. താക്കോൽ എവിടെ അമ്മായി? ആ താക്കോലും ദേ ഈ കൃഷ്ണന്റെ വിഗ്രഹവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് നിന്റെ മിടുക്ക. അധിക സമയം ഞാൻ ഈ മുറി നിൽക്കുന്നില്ല. ബാക്കി റിസ്ക് എല്ലാം നിനക്കാ. ഇതിലൊന്നിലും ഒരു താക്കോലും കാണുന്നില്ലല്ലോ ഭഗവാനെ. ദൈവമേ, ചതിച്ചല്ലോ. ആ മൈഥിലി കാർത്തിയുടെ റൂമിലാണല്ലോ. ഇന്നിവിടെ കൊലപാതകം നടക്കും. ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമല്ലോ. അയ്യോ, ഞാനെന്തിന് ഇങ്ങോട്ട് ഓടണം? അങ്ങോട്ടല്ലേ ഓടണ്ടേ? ശോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചോ? ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.